റവ കാച്ചാനായിട്ട് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് പാത്രത്തിലേക്ക് ഇടുക. ഓരോ നാട്ടിൽ തന്നെ ഓരോ പേരാണ് പറയുക. റവക്കഞ്ഞി, തരിക്കഞ്ഞി, അങ്ങനെ പല പല പേരിലാണ് അത് പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ സാധാരണ ഞങ്ങൾ വീട്ടിൽ എപ്പോഴും മിക്കവാറൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. എനിക്ക് എപ്പോഴും സംഭവം കയറി വരും. കുറച്ച് റവ എടുത്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക, ഒരു നുള്ളു ഉപ്പിടുക, മധുരം ഇടുക. മധുരം വേണ്ടാന്നുള്ളവർക്ക് മധുരം ഇടാതെ തന്നെ നമ്മൾ കഞ്ഞി വെക്കുന്നത് പോലെ തന്നെ ഉപ്പിട്ട് അങ്ങനെയും കുടിക്കാം. പാലൊന്നും ചേർക്കാതെ അങ്ങനെ കുടിക്കാം. ഞാനിപ്പം ഉപ്പിട്ട് മധുരവും ഇട്ട് ആവശ്യമുള്ള മധുരം ഇടും. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുക്കുന്നതായിരിക്കും നല്ലതാണ്. ഇരിക്കും തോറും കട്ടിയാവും. ഞാനിതിപ്പം ഉടനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കുറച്ച് അത്രയും ലൂസാക്കാതിരുന്നത്. അങ്ങനെ പാലൊഴിച്ചെടുക്കുക. പാലടുത്ത് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അതങ്ങനെയും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. നമ്മൾ മിക്കവാറും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ കഞ്ഞി കുടിക്കുന്നത് പോലെ അല്ലാതെ പാലൊന്നും ചേർക്കാതെ മധുരം ചേർക്കാതെ ഉപ്പിട്ട് അങ്ങനെയും കുടിക്കാം കഞ്ഞി. അതും നല്ലതാണ് കേട്ടോ. റവ എന്തായാലും നല്ല സാധനമാണല്ലോ റവ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ രാത്രി ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ കുടിക്കണമെന്ന് തോന്നിയതാണ് ഇങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.